ശരിക്കും പറയാൻ സംഭവം നല്ല റിസ്ക് പിടിച്ച പരിപാടിയാണ്. ഞാൻ ഒരാളും ഉണ്ട്. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് ബർത്ത്ഡേ ആണെന്നൊക്കെ. പക്ഷെ ഇങ്ങനൊരു സംഭവം ആരും അറിയത്തില്ല. നട്ടപ്പാതിരയ്ക്കും മഴയും ചെയ്തു വെച്ചതെല്ലാം വേസ്റ്റ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലിലിബെറ്റ്സ് വേൾഡ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്നാണ് ഞങ്ങളുടെ അമ്മയുടെ ബർത്ത്ഡേ. ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് ഇത് ബർത്ത്ഡേ ആണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ അവസാനം അതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് സെറ്റാക്കി. ഇനി സെലിബ്രേഷൻ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. സർപ്രൈസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താവും അറിയത്തില്ല. അമ്മയൊക്കെ ഇപ്പോൾ പള്ളിയിൽ പോയിക്കൊണ്ട് പള്ളിയുടെ സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അവർ വരണതിന് മുൻപ് എനിക്ക് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് ചെറുതായിട്ട് സെറ്റ് ചെയ്യാം. പോവാം. ഇത് കേക്ക് കട്ടിങ് പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ടെറസിൻ്റെ മുകളിലേക്കാണ് പോണത്. അല്ലെങ്കിൽ സർപ്രൈസൊക്കെ പൊളി. അതുകൊണ്ട് നമുക്ക് അവിടെ പോകാം. ഓക്കെ, ശരി. ഇവിടെ ഫുള്ള് നമുക്ക് എന്ത് കത്തിച്ച് വെക്കാം? മെഴുതിരി കത്തിച്ച് വെച്ച് സെറ്റാക്കാമെന്നാണ് ഗൈസ്. എന്നെ കാണാമെന്നാണ് എൻ്റെ വിശ്വാസം. കാണാമെന്തോ കേൾക്കൂടാ. നമുക്ക് ആദ്യം മെഴുതിരി കത്തിച്ച് വെക്കാമെന്നാണ് എൻ്റെ പ്ലാൻ. എനിക്ക് പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ അമ്മയുടെ ബർത്ത്ഡേ ആണെന്നൊന്നും. ഇന്ന് ഞങ്ങളാണ് ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞ് ഫുള്ള് സെറ്റ് ചെയ്തത്. അമ്മയുടെ ബർത്ത്ഡേ കണ്ടുപിടിച്ചത് ഞങ്ങളാണ്. ഞങ്ങളൊരു സംഭവമാണ്. പോലെയാണ് ഇല്ലേ? ഓക്കെ ഗൈസ്, ലെറ്റ്സ് സെലിബ്രേറ്റ്. എന്തുവാണ് ഇന്ന്? എൻ്റെ ഞാൻ ധൃതി പിടിച്ച് ചെയ്യുന്നുണ്ടായിരിക്കും ആദ്യം. കൂൾ കൂൾ കൂൾ. കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്. നല്ല ടെൻഷൻ ഉണ്ട്. ഞാനാണെങ്കിൽ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവം നടക്കാറില്ല. സോ ഇത് നടക്കുമെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. അതൊരു പ്രശ്നമുണ്ട് കേട്ടോ. പപ്പ വന്നാലേ നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അമ്മ ഇത് കഴിഞ്ഞ് വന്നാൽ നമുക്ക് കട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ പപ്പ വന്നിട്ടാണ് കട്ട് ചെയ്യണമൊക്കെ. അമ്മ സർപ്രൈസ് ആവണം. അമ്മ എന്താ പറയുക, അമ്മ സന്തോഷിക്കണം, അമ്മ ഹാപ്പി ആയിട്ടിരിക്കണം. അത് മാത്രമാണ്. സമയമായി ഇതെടുത്തിട്ടില്ല. എന്തോന്ന് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ബെഞ്ച് വേണമല്ലോ. അപ്പം ഇതൊക്കെ അണച്ചു വെക്കാം, അതായിരിക്കും നല്ലത്. പള്ളിയിൽ സ്വർഗസ്ഥനായ പറഞ്ഞു തുടങ്ങി. ഇവിടെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെയാണ്, ഇതൊക്കെ മതി. ഇനി നമ്മൾ കേക്ക് വരും, കേക്ക് കട്ട് ചെയ്യും. ഗായ്സ്, പണി കിട്ടിയെന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. മേളിൽ കൊണ്ട് മെഴുതിരിയൊക്കെ കത്തിച്ച് വെച്ചപ്പം ഒടുക്കത്ത മഴ. എൻ്റെ പൊന്നു മക്കളെ, ഒന്നും പറയണ്ട. എനിക്ക് പറ്റിയ 1000 അബദ്ധങ്ങളിൽ ഒരു അബദ്ധം കൂടിയാണിത്. കഷ്ടകാലത്തിന് മഴയും പെയ്ത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മേളിൽ പോയിട്ട് ഇതൊക്കെ ഇങ്ങനെ തിരിച്ചെടുത്തുകൊണ്ട് വരിക എന്നുള്ളത് വേറൊരു ഓപ്ഷൻ എൻ്റെ കയ്യിലില്ല. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? നട്ടപ്പാതിരയ്ക്കും മഴയും ചെയ്തു വെച്ചതെല്ലാം വേസ്റ്റ്. എന്തു ചെയ്യും? എടുത്തോണ്ട് പോവാം. താഴെ പോകാന്നുള്ളത് വേറെ വഴിയില്ല. ഒത്തിരി വിഷമത്തോടു കൂടി എടുക്കാം. താഴെ പോവാം. നല്ല വിഷമം കിട്ടാം എനിക്ക്. ശരിക്കും നല്ല വിഷമം. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല ഗൈസ്. ഗൈസ്, അറ്റ് ലാസ്റ്റ് പറഞ്ഞ് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ. അമ്മ ഇങ്ങ് വാ, ഇങ്ങ് വാ, വാ വരി. സാരി മതിയായിരുന്നു തോന്നണ. ഇത് തന്നെ നിങ്ങളെ വിഷയം. കട്ട് ചെയ്യൂ ഗൈസ്. വരും ദോശ കരിക്കുന്നത് ഗൈസ്. കട്ട് ചെയ്യും. അയ്യോ കണ്ടുകൂടാ. ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. സന്തോഷം തോന്നുന്നു. പ്രസംഗിക്കാനല്ല, അല്ലാതെ നാച്ചുറലായിട്ട് പറ. ഗൈസ്, അമ്മയുടെ ആദ്യത്തെ ബർത്ത്ഡേ ഇന്നല്ലേ അറിഞ്ഞേ ബർത്ത്ഡേ ആണെന്ന്? കേക്ക് വേണ്ടായിരുന്നോ? എന്നാലും തുണിയായിരുന്നെങ്കിൽ ഇത് അധികം. ചേട്ടൻ ചേട്ടൻ എവിടെ? തുണി എവിടെ?
ഗൈസ് ഇവിടെ പണിയെടുക്കുന്ന അച്ഛവും അമ്മയും ദോശ ഉണ്ടാക്കണം അമ്മ. എന്തിനുണ്ടാക്കണ ദോശ അല്ല മുട്ട. സമയം 9:45. രാത്രിയിലുള്ള ആഹാരം ഉണ്ടാക്കുന്നതേ ഉള്ളൂ. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് ഇന്ന്. പാഠം 2. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്ന കാര്യമാണ് നടന്നത്. നന്ദി, നമസ്കാരം. അമ്മ ഞാൻ പഠിപ്പിച്ച് പറയിപ്പിക്കും പോലും ഉണ്ട് സത്യമായിട്ടമ്മ. കാണാപ്പാടം പഠിച്ചിട്ടുണ്ട്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് നടന്നത്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നത് 5 വട്ടം പറയും മാത്രമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാൽ കേക്കും മുറിച്ചു. കരയടാ സന്തോഷമായിട്ടിരിക്കാനേ വയ്യ അമ്മക്ക്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് നടന്നത്. ഞാൻ സ്വപ്നത്തിൽ പോലും എന്തു പറയുന്നത്. അമ്മയ്ക്കൊരു കാര്യം അറിയാമോ? ആദ്യം ഞങ്ങൾ ഇത് എവിടെ സെറ്റ് ചെയ്തെന്നറിയാമോ? മേളില്. അപ്പൊ എന്തായിന്നറിയാമോ? മഴ പെയ്തു. അപ്പൊ എന്തായിന്നറിയാമോ? ഞാൻ അടുത്തോടെ താഴെ വന്ന് കേക്ക് അവിടെ വെച്ചിരുന്നറിയാമോ? സർപ്രൈസ് ഉണ്ട്. ഇല്ലതാ എന്റെ വീട്ടിൽ ഇപ്പോഴും മെഴുതിരി മേളിരിക്കുകയാണ്. ഇല്ല ഞാൻ എടുത്ത് എനിക്ക് വയസ്സൊന്നല്ല 20 ഇരട്ടി വെച്ചേ, 2 കൂടുതൽ വെച്ചു, കുറച്ച് വെച്ചേ. 40 അതായത് 80 വയസ്സിൽ നമ്മൾ 80 മെഴുതിരി വെക്കാൻ 82 പപ്പയെക്കാളും പ്രായം കൂടുതലുള്ള അമ്മയാണ്. പപ്പ ഇത്രയും ദിവസം പപ്പേനെ കളവാന്ന് വിളിച്ചുകൊണ്ടത് ശരിക്കുള്ള കളവി വരി. 82 വയസ്സ്. ഫുള്ള് ഡയ്യോ. വയസ്സായി അമ്മച്ചിയായി. ശരിക്കും പറയാം എത്ര വയസ്സായി? 42 43 തുടങ്ങുന്നു. എന്നിട്ട് ബർത്ത്ഡേ എന്തെന്ന് അറിയൂടായിരുന്നു. ബർത്ത്ഡേ എന്തെന്നറിയായിരുന്ന? എന്തെന്നറിയായിരുന്നു? എന്ന് ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടോ ഇതുവരെ ജീവിതത്തില്? വയസ്സ് 42 കഴിഞ്ഞ് ഇതുവരെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങള് വരേണ്ടി വന്നു. പറഞ്ഞോടെ കൂടെ പിന്നെ കാണാനാണോ ഉണ്ടാക്കി കിട്ടത്? സന്തോഷായില്ലേ? സന്തോഷമായി. വീഡിയോ കുറച്ച് ഇതായിരിക്കും. അപ്പൊ ഗൈസ് അടിപൊളി ദിവസമായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. പറ